Where's it coming from? Guards a security checkpoint armed with multiple weapons, and he was taken down by some very brave members of Secret Service, and they acted very quickly and have just released, for purposes of transparency, clarity, I've ordered it to be put out. You probably have it by now, put out on Truth and put out on many other platforms. A tape showing the violence of this thug that attacked our Constitution, and also showing how quickly Secret Service and law enforcement acted on our country's behalf. Really did a great job. നമസ്കാരം. ഡൊണാൾഡ് ട്രംപും ഉന്നതതല സംഘവും പങ്കെടുത്ത വൈറ്റ് ഹൌസ് പ്രസ് ഡിന്നറിനിടെയുണ്ടായ വെടിവയ്പിന്റെ ഞെട്ടലിലാണ് അമേരിക്ക. ട്രംപും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ളവർ സുരക്ഷിതരാണെങ്കിലും സുരക്ഷാ വീഴ്ച സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുകയാണ്. ട്രംപിന് നേരെ 21 മാസത്തിനിടെ നടക്കുന്ന മൂന്നാമത് വധശ്രമമാണ് ഇത്. അക്രമി കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള കോൾ തോമസ് അലൻ മാനസിക രോഗിയെന്നും അമേരിക്കയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് ആക്രമിക്കപ്പെട്ടതെന്നും ട്രംപ് പറയുന്നു. ഇറാനെതിരായ യുദ്ധത്തിലൂടെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴാണ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം ഉണ്ടാകുന്നത്. ഇറാൻ യുദ്ധവുമായി ഇതിന് ബന്ധമില്ലെന്നും തന്നെ പിന്തിരിപ്പിക്കാനാകില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. യുദ്ധം 2 മാസത്തോടടുക്കുമ്പോൾ ചർച്ചകൾ തന്നെ അനിശ്ചിതത്വത്തിലാണ്. ഫോണിലൂടെ നടക്കാനിടയുള്ള ആശയവിനിമയങ്ങളിലാണ് ഇനി പ്രതീക്ഷ. ചർച്ച സാധ്യമാക്കിയതിന് ട്രംപിനെ പഴിക്കുമ്പോഴാണ് ട്രംപിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. ഇത് ആസൂത്രിതമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ട്രംപിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? തോക്കിൻ മുനയിലാണോ ട്രംപിന്റെ ജീവൻ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികൾ ചേരും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ പി ജെ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ആഷിഖ് വാസി, ഗവേഷകൻ, ഷാബു പ്രസാദ്, നിരീക്ഷകൻ, രഘുനാഥ് നായർ, റിട്ടയർഡ് IAF ഉദ്യോഗസ്ഥൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പി ജെ വിൻസെന്റ്, 3 ആക്രമണങ്ങളാണ് കഴിഞ്ഞ 21 മാസത്തിനിടെ ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. ട്രംപ് സുരക്ഷിതനാണ് എങ്കിൽ പോലും ട്രംപും വൈസ് പ്രസിഡന്റും മാർക്കോ റൂബിയോയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങിലേക്ക് ഒരു അക്രമി എത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടേ? തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ നിരവധി പ്രസിഡന്റുമാർ പല സന്ദർഭങ്ങളിലും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. മഹാന്മാരായ അബ്രാഹം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി പോലെയുള്ള പ്രസിഡന്റുമാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന 3ാമത്തെ വധശ്രമമാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സംഘടിതമായ കൊലപാതക ശ്രമമാണോ, അതോ ഏതെങ്കിലും വ്യക്തികൾ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് കാരണം നടത്തിയിട്ടുള്ള ആക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു. തുടർന്നോളൂ. ഏതായാലും അമേരിക്കയുടെ അതിനേക്കാൾ ഒരു പക്ഷേ അത്തരത്തിലൊരു സംഘർഷാത്മകമായ സാഹചര്യത്തിലൂടെയാണ് ട്രംപ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വിദേശ നയം, അദ്ദേഹത്തിന്റെ 2ാം ഘട്ടത്തിൽ മാഗ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുശേഷം പിഴച്ചുങ്കം ചുമത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം, അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഗസ യുദ്ധം, ഉക്രൈൻ യുദ്ധം, പിന്നെ വെനിസ്വേലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ ഇറാനിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം തന്നെ ഒരു വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എല്ലാ അർത്ഥത്തിലും ട്രംപിന് കൈപൊള്ളിയ ഒരു സന്ദർഭമാണ് ഇറാൻ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഇറാൻ ഏത് പൊസിഷനിലാണോ ഒരു പക്ഷേ അതിനേക്കാൾ ശക്തമായി ഒരു നെഗോഷിയേഷൻ ടേബിളിൽ വാദിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി 28-ന് അക്രമം നടത്തുന്ന സമയത്ത് ഇറാന്റെ മിസൈൽ പദ്ധതിയും ആണവ ആയുധം ശേഖരിക്കുന്നതും
യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണവും ഒക്കെയാണ് വിഷയമെങ്കിൽ അതെല്ലാം വിഷയമല്ലാതായി മാറുകയും ഹോർമൂസ് കടലിടുക്ക് എങ്ങനെയെങ്കിലും തുറന്നാൽ മതി എന്ന നിലയിലേക്ക് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇറാനിൽ കൈപൊള്ളി, അതോടൊപ്പം ഡൊമസ്റ്റിക് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അദ്ദേഹം വലിയ രൂപത്തിൽ കോർണർ ചെയ്യപ്പെട്ട ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ അഭിപ്രായ സർവേയിൽ 72% ആളുകൾ അദ്ദേഹത്തിന്റെ പോളിസിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി 60 ദിവസത്തിലധികം യുദ്ധം തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ്. അത് ലഭിക്കുമോ എന്ന് ഇപ്പോൾ ഉറപ്പില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ശക്തമായ ഒരു ലോബി ട്രംപിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെയുള്ള ഈ റൈറ്റ്സ് ഗ്രൂപ്പുകൾ, ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പുകൾ, അതുപോലെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള സംഘങ്ങൾ അതിശക്തമായി ട്രംപിനെതിരായിട്ട് വരികയാണ്. ഇവരെല്ലാം ഇടതുപക്ഷ ഭീകരവാദികൾ എന്നൊന്നും അഭിസംബോധന ചെയ്തിട്ട് കാര്യമില്ല. അതോടൊപ്പം പോൾ ലിയോ, അദ്ദേഹം അമേരിക്കക്കാരനായ പോപ്പ്, അദ്ദേഹം ശക്തമായ വിമർശനം ട്രംപിനെതിരെ ഉയർത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ഭീകരവാദികളോടൊപ്പം പോപ്പ് ചേർന്നിരിക്കുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ആഗോള ഇടപെടലിലും കൈപൊള്ളിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപിനെതിരെ അദ്ദേഹം തന്നെ വാദിക്കുന്ന മൂന്നാമത്തെ വധശ്രമം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടോ എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുമുള്ളൂ. ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ഭീഷണി ഉണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മാർക്കോ റൂബിയോ തുടങ്ങി അവിടുത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ 1, 2, 3, 4 തുടങ്ങി സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. അവിടെ ഒരു വെടിവെപ്പുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അതീവ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും. ശ്രീ ഷാബു പ്രസാദ്, ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തെ അപലപിക്കുകയും ജനാധിപത്യത്തിൽ വയലൻസിന് യാതൊരു സ്ഥാനവുമില്ല എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ അനുകൂലമാകുന്ന ഒരു വലിയ സാഹചര്യം ആ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ട്രംപ് വലിയ രീതിയിൽ ഒറ്റപ്പെടുന്ന നിലപാടുകൾ ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എടുത്തിട്ടുള്ള ട്രംപിന്റെ നിലപാടുകളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് ആസൂത്രിതമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ചില സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് PJ വിൻസെന്റ് സംസാരിച്ച് നിർത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരണമെന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ട്രംപ് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും സുരക്ഷാ വീഴ്ച എന്നതിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നില്ല. തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, ഞങ്ങൾ എല്ലാവരും സേഫാണ്, അത് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടില്ല, അവരുടെ നേട്ടമായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ആസൂത്രിത നീക്കമാണോ ട്രംപിനെതിരെ ഉണ്ടാകുന്നത്? നോക്കൂ, ഇപ്പം താങ്കൾ ഇൻട്രോയിൽ ഇങ്ങനെ പറഞ്ഞു ട്രംപിന്റെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് വലിയൊരു ഇളവോളം അത് ശരി തന്നെയാണത്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ട്രംപിലെ ഈ വായിലെ നാക്കാണ് ട്രംപിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഈ വിടുവായത്വത്തിനുമാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്, രേണുക, നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജസ്റ്റ് കോമൺ സെൻസിനൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വിമാനത്തിലൊക്കെ പോയിട്ടുള്ളതല്ലേ. ഒരു സാധാരണ എയർപോർട്ടിലെ ചെക്കിങ്ങിൽ പോലും നമ്മൾ പോകുമ്പോൾ പോലും ഒരു തോക്കോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധമോ അതിൻ്റെ ആ സെക്യൂരിറ്റി സോൺ കടന്നു പോകാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് വൈറ്റ് ഹൗസാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു അധികാര കേന്ദ്രമാണത്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് പവറിൻ്റെ, മിലിറ്ററി പവറിൻ്റെ ഒരു പരിധി വരെ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിരാകേന്ദ്രമാണ് ശരിക്ക് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അവിടേക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു തോക്കുധാരി കടന്നു ചെന്ന് വെടിയുതിർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു കോമൺ സെൻസിന് ഇത് ദഹിക്കും രേണുക?
എങ്ങനെ ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ എയർപോർട്ടിലെ ഒരു ചെക്കിങ് നമ്മൾ നോക്കൂ, അവിടെ ഇത് നോക്കൂ. അപ്പം അവരുടെ സുരക്ഷ ഇത്രയധികം ഭീകരമായി പരാജയപ്പെട്ടോ അമേരിക്കയുടേത്? അത് പ്രത്യേകിച്ച് 9/11 ശേഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സുരക്ഷ, ആഭ്യന്തര സുരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അങ്ങനെയുള്ളിടത്ത് വൈറ്റ് ഹൗസിൽ ഒരു തോക്കുധാരി വളരെ കൂളായിട്ട് കടന്നു ചെന്ന് അവിടെ വെടിയുതിർത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ദഹിക്കുന്ന ഒരു കാര്യമില്ല. അതിനുശേഷമുള്ള പ്രതികരണമാണ് കൂടുതൽ. അതായത് സുരക്ഷാ വീഴ്ചയെ പറ്റി അവർക്കൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുത്തെ സുരക്ഷ കാര്യക്ഷമമായി പ്രവർത്തിച്ചു, അതിനെ അഭിനന്ദിച്ചു. അതിനുശേഷം തോക്കുധാരി കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളൊന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? തൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ആഭ്യന്തര രംഗത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ തിരിച്ചു പിടിക്കാൻ വേണ്ടി ട്രംപ് നടത്തിയ നാടകമല്ലേ ഇത് എന്ന് ന്യായമായി സംശയിച്ചാൽ നമുക്കാരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്ര സിമ്പിളായിട്ടാണ്, അത്ര ലളിതമായിട്ടാണ് ഇതെടുത്തത്. ആ വൈറ്റ് ഹൗസിനുള്ളിൽ വെടിവെച്ച ഒരു തോക്കുധാരിയെ കൂളായിട്ട് ഒരു സുരക്ഷാ സേന പിടിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, നമ്മളെത്ര ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയുള്ള രാഷ്ട്രത്തലവന്മാരിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസിഡന്റും ഒക്കെ. നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രി നാട്ടിൽ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ ഉള്ള ആ സുരക്ഷയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഇത്രയും സുരക്ഷയുള്ളോ, അതും വൈറ്റ് ഹൗസിൽ? നമുക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നുന്നുണ്ട്. കാര്യം ഇത് ട്രംപാണ്. അയാൾ എന്തും ചെയ്യും, എന്തും പറയും, ഏത് എക്സ്റ്റെന്റ് വരെയും പോകും. ഈ നാശത്തിന്റെ ഇതൊന്ന് കാലാവധി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ ജനതയുടെ ചിന്താഗതി എത്തിയിട്ടുണ്ട്. ഇനി 1.5 കൊല്ലം 2 കൊല്ലം കൂടെ സഹിക്കണമല്ലോ ഈ സാധനത്തിന് എന്നുള്ളത്. ഒക്കെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അമേരിക്കയിലൊക്കെ. ഈ അവസ്ഥയിൽ നിന്ന് തനിക്ക് ഇനിയും 2.5 വർഷം ഒന്ന് പോകണമല്ലോ, ഒന്ന് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ ഈ ഇറാഖിലൊക്കെ ഇപ്പൊ ഈ ഇറാൻ ഈ യുദ്ധത്തിലൊക്കെ യുദ്ധം ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിനെ കൈകാര്യം ചെയ്ത രീതി ഇതിനു മുമ്പ് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പം ജോർജ് W. ബുഷ് അന്ന് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അന്ന് 9/11 സംഭവിച്ചത്. അതേപോലെ തന്നെ ഇറാഖ് യുദ്ധം സംഭവിച്ചത് നമ്മളന്ന് കണ്ടതാണ്. ആ സമയത്ത് ആ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഒരു പ്രസിഡന്റ് എങ്ങനെയാണ് പെരുമാറിയത്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ രാജ്യം മുഴുവനും അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്, എങ്ങനെയൊക്കെയാണ് അത് പുരോഗമിച്ചത്, ആ ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞ വാക്കുകൾക്ക് എത്ര സൂക്ഷ്മതയുള്ളതായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലധികം പിന്നിലൊന്നുമല്ല. അതേസമയം ഇയാൾ ഈ ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് പറയുന്നതിനും കണക്കുകൂട്ടിയാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്താണെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇത് വൈറ്റ് ഹൗസിൽ നടന്ന വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു തരത്തിലും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ആരുടെയും അത് യോജിക്കുന്നൊരു കാര്യമില്ല. ചരിത്രത്തിൽ 2 അമേരിക്കൻ പ്രസിഡന്റുമാർ മാത്രമാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്, അബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും. ഇത് 2 പേരും വൈറ്റ് ഹൗസിലല്ല. ജോൺ എഫ് കെന്നഡിയൊക്കെ ഒരു പബ്ലിക് പ്രൊസഷന്റെ ഇടയിലാണ് വെടിയേറ്റ് മരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ വെടിവെപ്പ് നടന്നു, വധശ്രമം നടന്നു എന്ന് പറയുന്നത് അത് 100% തൻ്റെ നഷ്ടപ്പെട്ട പോപ്പുലാരിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരു നമ്പറായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അത് ട്രംപ് ആയതുകൊണ്ടാണ്. അയാൾ എന്തും ചെയ്യും, എന്തും പറയും. അതാണ് ശരി. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, 1981 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെ വെടിവയ്പുണ്ടായ അതേ ഹോട്ടലിൽ വെച്ചാണ് ട്രംപിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. ട്രംപ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നില്ല. കാരണം ട്രംപും മാധ്യമങ്ങളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ തന്നെയായിരുന്നു അതിനുള്ള കാരണം. ആദ്യമായി ട്രംപ് പങ്കെടുക്കുമ്പോഴാണ് ഇത്തരമൊരു ആക്രമണം അവിടെ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിന് ഉയരുന്ന ഒരു ചോദ്യം, ഇത്രയധികം പേർ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ഒരു ചടങ്ങിലേക്ക് ആയുധങ്ങളുമായി അക്രമി എങ്ങനെ എത്തിപ്പെട്ടു, അവിടെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്നതാണ്. അത് വലിയ സംശയങ്ങൾ ജനിപ്പിക്കുകയാണ്. തുടർച്ചയായി ട്രംപിന് നേരെ എന്തുകൊണ്ട് വധശ്രമങ്ങൾ ഉണ്ടാകുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3ാം തവണ 21 മാസത്തിനിടെ ആക്രമിക്കുന്നു എന്ന് വരുമ്പോൾ അത് സുരക്ഷാ വീഴ്ചയല്ലേ എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകില്ലേ? ശ്രീ രഘുനാഥ് നായർ.
ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, കാരണം എനിക്ക് പെട്ടെന്ന് ഇൻ ബിറ്റ്വീൻ നെറ്റ് ഒന്ന് ഡിസ്കണക്ട് സുരക്ഷാ വീഴ്ച എന്ന കേട്ടില്ല. ചോദ്യം ഏറ്റവും ബലപ്പെടുന്നതല്ലേ ഈ സാഹചര്യം എന്നതാണ്. എങ്ങനെ അക്രമി അവിടെ ആയുധങ്ങളുമായി എത്തി എന്നത്. ഓക്കെ, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് കൂടെ തന്നെ അതേ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു മേഖലയിൽ, അതും വൈറ്റ് ഹൗസിൽ ഈ വമ്പന്മാരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അക്രമി കയറി എന്നുണ്ടെങ്കിൽ അതൊരു, കാരണം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ അതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പിന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ രേണുക പറഞ്ഞ പോലെ തന്നെ ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ചെവിയിൽ വെടികൊണ്ടു, ചോര പൊടിഞ്ഞു. ആ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് അതിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന് ഒരുപാട് മൈലേജ് കിട്ടി. ഇയാളെ ആക്രമിക്കുമ്പോൾ ആ ഒരു സിമ്പത്തറ്റിക് വേവിലേക്ക് ഇദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 3-4 മാസം കഴിഞ്ഞ് ഗോൾഫ് കോഴ്സിൽ വെച്ചിട്ട് ഒരാൾ ഉള്ളിയെ വെടിവെക്കാനായിട്ട് ശ്രമിച്ചു. അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും ട്രംപിന്റെ അഗെയിൻ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ സിമ്പതിയാണ് കൂടുതൽ വർദ്ധിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ പോപ്പുലാരിറ്റി അവിടെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഈ യുദ്ധം കഴിഞ്ഞിട്ടും ട്രംപിന്റെ ഓരോ നടപടികളും ഓരോ സ്റ്റേറ്റ്മെന്റും അതിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതിനെ അമേരിക്കയെ സമ്പൂർണ്ണമായിട്ടും അപലപിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ റാം ഇമ്മാനുവൽ 2028 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിരിക്കും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. അദ്ദേഹം ട്രംപിനെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാക്കിയതിനെ കുറിച്ച്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നവംബറിൽ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ അതിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് പുറത്താക്കപ്പെടും. അപ്പോൾ എന്ത് വില കൊടുത്തും ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. എന്ത് വൃത്തികെട്ട പണി കാണിച്ചാലും, എന്ത് നീചവൃത്തി കാണിച്ചാലും ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ട്രംപ് കാണിക്കും എന്നുള്ളത് സ്പഷ്ടമായതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമല്ല എന്ന് സംശയിച്ചാൽ ഒരു കാരണവശാലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈച്ച പോലും അവിടുത്തെ സെക്യൂരിറ്റി അറിയാതെ വൈറ്റ് ഹൗസിനുള്ളിലേക്ക് കടന്നു കയറാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ട്രംപിന്റെ മേളിൽ ഇറാന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭീഷണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ സെക്യൂരിറ്റി കൂടുതൽ ടൈറ്റ് ആവുമല്ലോ ചെയ്യാം. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആയുധധാരിക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കണം ഇത് ഒരു എന്താ പറയുക സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. ഇത് പ്ലാൻഡ് ആണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ആഷിഖ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷിഖ്, ഇതിപ്പോ ഈ കാലിഫോർണിയയിൽ നിന്നുള്ള കോൾ തോമസ് അലൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാൾക്ക് ഏതെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതായിട്ട് റിപ്പോർട്ടുകളില്ല. അതേസമയം കമല ഹാരിസിന്റെ ക്യാമ്പയിൻ ഇയാൾ പണം നൽകിയിട്ടുണ്ട് എന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. മാധ്യമങ്ങൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ ഇറാൻ യുദ്ധവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന സംശയങ്ങൾ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ട്രംപ് അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തുടർന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആക്രമണങ്ങൾക്ക് കഴിയില്ല എന്നുകൂടി അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ബാക്കിയാണോ ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം? ഒന്നുകിൽ ട്രംപിന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കായിട്ടുള്ളവർക്ക് വേണ്ടി നടത്തപ്പെട്ട ആക്രമണം, അങ്ങനെയുള്ള സംശയങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനുമായിട്ടുള്ള യുഎസിന്റെ യുദ്ധം ഒരു വലിയ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അത് യുഎസും ഇറാനും ഇസ്രായേലും മാത്രം പ്രാഥമികമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു യുദ്ധമാണെങ്കിൽ ഇൻഡയറക്ട്ലി അത് ചൈനയുമായിട്ട് റഷ്യയുമായിട്ടൊക്കെയുള്ള ഒരു നേൽ യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പതിയെ. അതിന്റെ വേഗത നാൾ കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ ഒരു പോയിന്റിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. യുഎസിലെ 10-ലധികം വരുന്ന സയന്റിസ്റ്റുകൾ ഈസ് ഫൗണ്ട് മിസ്സിംഗ്. അവരെ കാണാനില്ല. അവര് എയറോസ്പേസ്, ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, റിനൗണ്ട് ആയിട്ടുള്ള
ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, എയറോസ്പേസ് സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇവരൊന്നും 10-ലധികം വരുന്ന നമ്പറുകൾ കാണാനില്ല, അത് പരിശോധിച്ച് വരികയാണ് എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം മീഡിയക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തോടു കൂടി ഒരുപാട് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മിത്തുകൾ പൊളിഞ്ഞ ഒരു യുദ്ധം കൂടിയാണ് ഇറാൻ US യുദ്ധം എന്ന് പറയുന്നത്. അയൺ ഡോമുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇറാന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇസ്രായേലി സോൾജേഴ്സാണ്. ഈയിടെ 1-2 ഇസ്രായേലി സോൾജേഴ്സിനെ ഇസ്രായേൽ എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് വലിയ അളവിൽ സെക്യൂരിറ്റി ബ്രീച്ചസ് സംഭവിക്കുന്ന ഒരു ലോകക്രമത്തിലേക്ക് ലോകം പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ ശക്തികൾ, വമ്പൻ ശക്തികൾ ഇതിന്റെ പിന്നിൽ പല രീതിയിൽ ഇടപെടാനുള്ള സാധ്യതകൾ വളരെ വിസിബിൾ ആയിട്ട് തന്നെ നമ്മൾക്ക് മുമ്പിലുള്ള സിറ്റുവേഷനാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ചൈന, റഷ്യയുടെ ഒക്കെ സീക്രട്ട് ഏജൻസി എന്നൊക്കെ പറയുന്നത് വളരെ നമുക്കറിയാം, ബ്രിട്ടനിലൊക്കെ ഏജന്റ് കില്ലിംഗ് ഒക്കെ ധാരാളമായിട്ട് നടത്തിയ സീക്രട്ട് ഏജൻസികളാണ് അവർക്കൊക്കെ ഉള്ളത്. അപ്പൊ ഇസ്രായേലിനെ പോലെ അത്ര സുശക്തമെന്ന് നമ്മൾ ലോകം കരുതിയിരുന്ന മിലിറ്ററി സ്പേസുകളിൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് ആളുകളെ ഹയർ ചെയ്യാൻ പറ്റുമെങ്കിൽ US പോലെ ഇത്ര വിശാലമായ ഒരു രാജ്യത്ത് ചൈന പോലെ അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള ഏജൻസികൾക്ക് പെനട്രേറ്റ് ചെയ്യുക എന്നുള്ളത്, സെക്യൂരിറ്റി അപ്പാരറ്റസിനുള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ദുഷ്കരമായ ഒരു കാര്യം. ആഷിക്കുണ്ടോ? കേൾക്കാമോ? ശരി, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ആഷിക്കിലേക്ക് വരാം. ശ്രീ ഷാവു പ്രസാദ്, എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഷാവു പ്രസാദ്, ഇപ്പോൾ താങ്കളും രഘുനാഥ് നായരും സംസാരിച്ചപ്പോൾ ട്രംപ് എന്ന ഒട്ടും സ്ഥിരതയില്ലാത്ത, വാക്കുകൾ മാറ്റി പ്രയോഗിക്കുന്ന, എന്തും പറയാനും ചെയ്യാനും മടിയില്ലാത്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലത്തെ ഇടപെടലുകളെ കോട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം BBC പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പറയുന്നത് ട്രംപ് ഈ പറയുന്നതൊക്കെ വളരെ ബോധപൂർവമാണ്. അത് വിപണിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ ട്രംപിനെ അനുകൂലിക്കുന്നവരും ട്രംപിൻ്റെ ബന്ധുക്കളുമാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ബോധപൂർവമാണ് ട്രംപ് ഓരോ കരുക്കളും നീക്കുന്നത്. ഈ വിപണിയിൽ പോലും ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കളും ട്രംപാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കൊക്കെയും പിന്നിലുള്ള ട്രംപിൻ്റെ ഇടപെടൽ ഇവിടെ ഉയർന്നു വന്നതുപോലെ സംശയിക്കാവുന്നതാണ്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് അമേരിക്ക നീങ്ങുന്ന സാഹചര്യമാണ്. ട്രംപിനെതിരായ വികാരം അവിടെ വളരെ ശക്തമാണ് എന്നതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ ഈ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ ക്യാമ്പുകൾക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നതാണ്. ഇതുവരെ കൃത്യമായ കണക്കുകൾ അമേരിക്ക പെന്റഗൺ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് 7 ഗൾഫ് രാഷ്ട്രങ്ങളിലായി അമേരിക്കയ്ക്ക് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഇതെല്ലാം ട്രംപിന്റെ എടുത്തുചാട്ടത്തിന്റെ ഫലമാണ് എന്ന് വരുന്നു. അതിനെയൊക്കെ ഒരു പരിധിവരെ ഇപ്പോഴുണ്ടായിട്ടുള്ള ആക്രമണം, സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഇതിലൂടെ മറികടക്കാൻ ട്രംപിന് പറ്റുമോ? ഒരു അനുകൂല ട്രെൻഡ് ഉണ്ടാക്കാൻ ട്രംപിനെ സംബന്ധിച്ച് കഴിയുമോ ഇതിലൂടെയൊക്കെ? ഇല്ല, അതിനുള്ളൊരു ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പം ഇവിടെ അതുപോലെ BBC റിപ്പോർട്ടിന്റെ കാര്യം രേണുക പറഞ്ഞു. ഒരുപക്ഷെ അയാൾ ഇത് വളരെ ബോധപൂർവമായിരിക്കാം ഇത് ചെയ്യുന്നത്. ഈ പൊട്ടനായിട്ട് അഭിനയിക്കുക, ഞാൻ ആ രീതിയിൽ ഞാനൊരു പ്രവചനാതീതമായ വ്യക്തിത്വമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു നാടകമായിരിക്കാം ഇത്. പക്ഷെ ഇത് എന്തു തന്നെയായാലും അമേരിക്കൻ ഒരു രാഷ്ട്രത്തലവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ആശാസ്യമായൊരു സ്വഭാവം അല്ലല്ലോ ഈ പൊട്ടം കളിക്കുക എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ആ രാജ്യത്തിനും ആ അവിടുത്തെ സമൂഹത്തിനും അവരല്ലേ അതിന് ബലി കൊടുക്കേണ്ടത്, അവരല്ലേ ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത്. അതിൻ്റെ വലിയ വില അമേരിക്കൻ സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കയിലെ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ രാഷ്ട്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഗെയിൻ ഉണ്ടാവുമായിരിക്കും. ഈ പറഞ്ഞ പോലെ ബേസിക്കലി ബിസിനസ്സുകാരനാണ്, മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടം അതുകൊണ്ടൊക്കെ ഉണ്ടാവും. നമുക്ക് അത് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് ഈ നടത്തുന്ന ഇപ്പം ട്രംപാണ് സംസാരിക്കും. ഇപ്പോൾ ഈ 2 മാസമായിട്ട് അവിടെ യുദ്ധം നടക്കുന്നു. ഇതിൻ്റെ അകത്ത് ട്രംപിൻ്റെതായ ഒരു അഭിപ്രായം വരുമ്പം നമ്മൾ പിന്നെ അതിൻ്റെ താഴേക്ക് ട്രംപ് ഇന്നത് പറഞ്ഞു എന്നാണ് ഹെഡിങ് എന്നെങ്കിൽ പിന്നെ ഒരു മനുഷ്യർ അതിൻ്റെ താഴേക്ക് വായിക്കുക പോലും ചെയ്യില്ല. ആ ലെവലിൽ എത്തിയിരിക്കുന്നു.
ഇത്ര ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ ഇത്ര അവഗണനയോടെയും പുച്ഛത്തോടെയും ലോക സമൂഹം ഓരോ മനുഷ്യരും തള്ളിക്കളയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലെങ്ങുമില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിലെങ്ങുമില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ വിമർശിച്ചെന്നിരിക്കും, അനുകൂലിച്ചെന്നിരിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നിരിക്കും. പക്ഷേ ഇതിനെ ഇത്ര പുച്ഛത്തോടുകൂടി അവഗണിക്കുന്ന ഒരു ഗതിയിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. എൻ്റെ എങ്ങും ഓർമ്മയിലൊന്നുമില്ല. റൊണാൾഡ് റീഗനെയൊക്കെ അതിശക്തമായ ഭാഷയിൽ ലോകത്തിലെ അമേരിക്കയോട് എതിർപ്പുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഇത് വിമർശനം പോലുമല്ല. ഈ മനുഷ്യന്റെ പരാമർശങ്ങൾ ഒരു വിമർശനം പോലും അർഹിക്കുന്നില്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോയി. അതിനകത്ത് അങ്ങനെ പേഴ്സണൽ ഗെയിൻ ഉണ്ടാവും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇപ്പൊ ഈ ലോകത്തിന്റെ ഈ കുഞ്ഞ കോണിലിരിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിലെ ഒരു ചെറിയ ഭാഷ സംസാരിക്കുന്ന നമ്മളെപ്പോലുള്ള വളരെ സാധാരണക്കാർക്ക് ഇങ്ങനെയുടെ ഇതൊരു നാടകമാണ് എന്ന് മനസ്സിലായെങ്കിൽ, എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ അമേരിക്കൻ ജനത ഇത് തിരിച്ചറിയാതിരിക്കുകയോ? ഓരോ ദിവസവും ഈ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് അത് തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ? അടുത്ത കാലത്ത് അമേരിക്കൻ ജനത കാണിച്ച ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമായിരുന്നു ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തത് എന്ന് തന്നെ അവിടെ കരുതുന്നുണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പൊ കമലാ ഹാരിസ് അല്ലായിരുന്നു ഇവരുടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപ് അവിടെ വിജയിക്കില്ലായിരുന്നു. കാര്യം അമേരിക്കൻ ജനത ഇപ്പോഴും ഒരു സ്ത്രീ പ്രസിഡന്റിനെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല. ഇതിനു മുമ്പും അന്നും ട്രംപ് വിജയിച്ചത് എന്തുകൊണ്ടാണ്? ട്രംപ് ആദ്യം വിജയിച്ചത് 2016 വിജയിച്ചത് എന്തുകൊണ്ടായിരുന്നു? എതിർ സ്ഥാനാർത്ഥി ഹിലാരി ക്ലിന്റൺ ആയതുകൊണ്ടായിരുന്നു. ഇപ്പോൾ കമലാ ഹാരിസ് ആയതുകൊണ്ടാണ്. നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് അതൊക്കെ. ഒരു സ്ത്രീയെ തങ്ങളുടെ രാഷ്ട്ര നേതാവായി അംഗീകരിക്കാനുള്ള മാനസിക വളർച്ചയൊന്നും അമേരിക്കൻ ജനതയ്ക്ക് ആയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ആനുകൂല്യത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷേ കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹം തീവ്രവാദത്തിനെതിരെയൊക്കെ എടുത്ത ചില നിലപാടുകളിൽ നമുക്കും ഒരുപാട് യോജിക്കാവുന്ന മേഖലകളുണ്ടായിരുന്നു, ഒരുപാട് യോജിക്കാവുന്ന ഘടകങ്ങളുണ്ടായിരുന്നു. കാര്യം നമ്മളും ഏറ്റവും അധികം ഭീകരതയുടെ ദുരിതം അനുഭവിക്കുന്ന വലിയൊരു രാജ്യമാണ് നമ്മളും. തീർച്ചയായിട്ടും ലോകത്തെവിടെ നിന്നും ഭീകരതയ്ക്കെതിരെ ഒരു നിലപാടുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുണ്ടാകുമ്പോൾ, തീർച്ചയായും അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഭാരതത്തിനെ പോലുള്ളൊരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മളും ട്രംപിനോടൊപ്പം നിന്നിട്ടുണ്ട്. കാര്യം ഇത്ര ശക്തമായി ഭീകരതയ്ക്കെതിരെ ഒരു നിലപാടെടുത്ത പ്രസിഡന്റ് അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മനുഷ്യന്റെ രണ്ടാം വരവ് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ആ രണ്ടാം വരവ് ഇതിത്തിരി കടന്ന കൈയായിപ്പോയി. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഒരു ഡാർക്കസ്റ്റ് പീരീഡിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പി ജെ വിൻസെന്റ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ? 58 ദിവസം പിന്നിടുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണം തുടങ്ങിയിട്ട്. അപ്പോൾ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത എത്രമാത്രമെന്ന ചോദ്യം ശക്തമാണ്. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്കില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിലപാട് അറിയിച്ചതിന് ശേഷം മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ചർച്ചകളിലായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ നടക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല, അതിൽ ധൃതിയില്ല എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നേരിട്ടുള്ള ചർച്ചകളിലൂടെ അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ ഒരു ഫോർമുല പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്, അത് വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട്. അഗ്രച്ചി തിരിച്ചിപ്പോൾ പാകിസ്ഥാനിലെത്തി. അമേരിക്കയുടെ മറുപടിയിൽ ചർച്ചകൾ നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. എത്രമാത്രം പ്രതീക്ഷിക്കാം അതിനെ? ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വയ്ക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. കാരണം അത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഗൾഫ് മേഖല. അതുപോലെ ഹോർമൂസ് കടലിടുക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളായ ഇന്ത്യയും ചൈനയും ജപ്പാനും എല്ലാം അവരുടെ ഊർജ ആവശ്യങ്ങളുടെ സിംഹഭാഗവും ത്തിനും ആശ്രയിക്കുന്നത് ഈ മേഖലയാണ്. അതിൽ ഏറ്റവും അധികം ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്.
ഇന്ത്യ വലിയ രൂപത്തിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ പാചകവാതകത്തിന്റെ 40% വരുന്നത് ഖത്തറിൽ നിന്നാണ്. ജപ്പാനാണെങ്കിൽ 90% അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ മേഖലയിൽ നിന്നാണ്. മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നാൽ അതൊരു ഇന്റർനാഷണൽ ഹൈവേ ഓഫ് സീബോൺ ട്രേഡ് ആണ്. ലോകത്തിന്റെ 40% വരുന്ന സമുദ്ര ഗതാഗതം ഇന്ത്യ സമുദ്രത്തിലൂടെ കടന്ന് അത് മലാക്ക സ്റ്റേറ്റിലൂടെ, സിംഗപ്പൂർ സ്റ്റേറ്റിലൂടെ, സൗത്ത് ചൈന സീ വരെ നീളുന്ന ഒരു വലിയ ഹൈവേ ആണ്. ഇവിടേക്കൊക്കെയുള്ള കമേഴ്ഷ്യൽ ഷിപ്പുകളുടെ മൂവ്മെന്റ്സ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പൊ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാതെ നിവൃത്തിയില്ല. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ കൃത്യമായ ചില ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും ഒക്കെ വേണം. അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അമേരിക്കയുമായി ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കയുടെ നിലപാട് എന്താണ്? ഓരോ നിമിഷവും അടിക്കടി നിലപാടുകൾ മാറ്റുന്ന ട്രംപാണ് നമ്മുടെ മുന്നിലുള്ളത്. ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഇറാൻ സംസ്കൃതിയെ തവിടുപൊടിയാക്കും എന്ന് പറയും. 24 മണിക്കൂർ അൾട്ടിമേറ്റം പ്രഖ്യാപിക്കും. ആ അൾട്ടിമേറ്റം അടുത്ത് വരുമ്പോൾ അദ്ദേഹം 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കും. ഈ രൂപത്തിൽ യാതൊരു തരത്തിലുള്ള നിശ്ചിതത്വവും ഇല്ലാത്ത ഒരു സമീപനമല്ലേ ട്രംപ് സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചർച്ച എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക? ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് നിയതമായ ലക്ഷ്യങ്ങൾ വേണം. ഈ നിയതമായ ലക്ഷ്യങ്ങൾ ഒരു മേശപ്പുറത്ത് വെച്ച് അതിന് ഇരുവശത്തും ഇരുന്ന് ഇതിൽ എത്രയൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങളിൽ ധാരണയിലെത്താൻ പറ്റും, അങ്ങനെ ചർച്ച ചെയ്തിട്ടാണല്ലോ കരാറുകൾ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യവുമില്ല. 15 പദ്ധതികൾ ട്രംപ് മുന്നോട്ട് വെച്ചു. ഇത് അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ഇറാൻ 10 പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലെ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും രണ്ടും നടന്നില്ല. 1ാം വട്ട ചർച്ച കഴിഞ്ഞു, അത് പരാജയമായിരുന്നു. 2ാം വട്ട ചർച്ചയിലേക്ക് പോകുമ്പോൾ എന്താണ് ചർച്ച ചെയ്യേണ്ടുന്നത്? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകം മൾട്ടി പോളാർ വേൾഡായി മാറി, ബഹുധ്രുവ ലോകമായി മാറി. ഒരു രാജ്യത്തിന് മാത്രമായി ഒരു കരാറുണ്ടാക്കി ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് ലോകത്തിലില്ല. ഈ ഇറാൻ പ്രശ്നത്തിൽ ഇക്കാര്യം ആദ്യം തിരിച്ചറിഞ്ഞത് ബരാക് ഒബാമയാണ്. അതുകൊണ്ട് അദ്ദേഹം ജോയിന്റ് കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ സമയത്ത് അത് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിലെ 5 രാജ്യങ്ങളും ജർമ്മനിയും ചേർന്ന P5+1 എന്ന ഫോർമാറ്റിൽ ആണ് ചർച്ച ചെയ്തത്. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ, അതിന്റെ കൂടെ ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും പങ്കാളികളാകുന്നു. അവര് ഇറാനുമായി നിരവധി വർഷത്തെ ചർച്ചകളിലൂടെ ഒരു കരാറിലെത്തുന്നു. അതാണ് 2018 ആ കരാറിൽ നിന്നാണ് ഏകപക്ഷീയമായി ട്രംപ് പിന്മാറിയത്. ഇപ്പോഴും ഈ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു ഉഭയകക്ഷി കരാറിലെത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. അവിടെ ഇസ്രായേൽ ഇരിക്കുന്നുണ്ട്. ഇസ്രായേൽ ഈ സംഘർഷത്തിൽ ഒരു മുഖ്യ കക്ഷിയാണ്. മാത്രമല്ല, ഈ സംഘർഷം ഇപ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര മാനം കൈവരിച്ചിരിക്കുന്നു. അവിടെ ഇറാന് റഷ്യയുടെ സഹായം പൂർണ്ണമായി കിട്ടുന്നുണ്ട്, അമേരിക്കയുടെ സഹായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ അധ്യക്ഷ പദവി ഏപ്രിൽ മാസത്തിൽ വഹിക്കുന്നത് ബഹ്റൈനാണ്. സൂയസ് കനാൽ തുറക്കുന്നതിന് വേണ്ടി ബഹ്റൈൻ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടു. 11 അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. റഷ്യയും ചൈനയും ഒന്നിച്ച് അത് വീറ്റോ ചെയ്തു. പാകിസ്ഥാനും കൊളംബിയയും അബ്സ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് 15 വോട്ട് വരുന്നത്. അത് ഒരു കൃത്യമായ സൂചനയാണ്. പിന്നിൽ നിന്ന് ഇറാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇറാനു വേണ്ടി വീറ്റോ പ്രയോഗിക്കും എന്നുള്ള ഒരു സന്ദേശം റഷ്യയും ചൈനയും ചേർന്ന് നൽകുകയാണ്. അതോടൊപ്പം ഇപ്പം ടൗസ്ക എന്ന് പറഞ്ഞ കപ്പൽ പിടിച്ചെടുത്തല്ലോ അമേരിക്ക. ഏകദേശം 900 അടി നീളമുള്ള ഒരു വലിയ കപ്പലാണ്. അത് പിടിച്ചെടുത്ത സമയത്ത് മിസൈൽ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണല്ലോ അമേരിക്കയുടെ വാദം. അത് മറ്റൊരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ സൈനികമായി ചൈനയുടെ പിന്തുണ കിട്ടുന്നുണ്ട്. അതുപോലെ ഉപഗ്രഹാധിഷ്ഠിത വിവരങ്ങൾ റഷ്യയിൽ നിന്ന് ഇറാന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ ലളിത സുന്ദരമായ ഒരു സംഘർഷ മേഖലയൊന്നുമല്ലാതെ വൻശക്തി രാഷ്ട്രങ്ങളായ ചൈനയും റഷ്യയും ഒക്കെ അതിൽ ഇടപെട്ടിരിക്കുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ട്രംപിന് സമ്പൂർണമായ പിന്തുണ കൊടുക്കുന്നില്ല.
ട്രംപിന് ആകെപ്പാടെ ആശ്രയിക്കാവുന്ന ഒരേ ഒരു കക്ഷി ഇപ്പോൾ ഇസ്രായേൽ മാത്രമാണ്. അപ്പോൾ സാഹചര്യമാകെ മാറിയിരിക്കുന്നു. ഒരു 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 ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ, ഇറാൻ, ചൈന തുടങ്ങിയ കക്ഷികൾ ഇതിൽ ഭാഗവാക്കുകളാകണം. അതുപോലെ ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ ഇതിന്റെ ഭാഗമാകണം. ഇതോടൊപ്പം ഗൾഫിലെ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാകണം. ഇന്ത്യ ഇതിന്റെ ഭാഗമാകണം. ഇത്തരത്തിൽ ഒരു ബഹുരാഷ്ട്ര കരാർ രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഈ സ്ഥായിയായ സമാധാനം ഈ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇതിനൊന്നും പറ്റിയ യാതൊരുവിധ ആക്ഷൻ പ്ലാനും ആരുടെ കയ്യിലുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത്? മാത്രവുമല്ല, ഈ ചർച്ചയിൽ പോസ്റ്റ്മാനായിട്ടിരിക്കുന്നത് യാതൊരു റിലയബിലിറ്റിയും ഇല്ലാത്ത പാകിസ്ഥാൻ എന്ന രാജ്യമാണ്. അവിടെയാകട്ടെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. പട്ടാള മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നു. ലോകത്തെവിടെയെങ്കിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുമോ? അസീം മുനീർ എന്ന പട്ടാള മേധാവി. സാധാരണഗതിയിൽ അന്താരാഷ്ട്ര ചർച്ചകളിൽ ആ രാജ്യത്തിന്റെ തലവന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റുമാർ ഒക്കെ പങ്കെടുക്കും. അതുപോലെ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് പങ്കെടുക്കും, നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കും. ഇതൊന്നുമല്ല, പട്ടാള മേധാവി നേരിട്ട് പോസ്റ്റ്മാനായി പ്രവർത്തിക്കുന്ന ഒരു റിലയബിലിറ്റിയും ഇല്ലാത്ത പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ഒരു സമാധാന ചർച്ച കൂടിയാണിത്. അതുകൊണ്ട് ഈ വലിയ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇതില് നമ്മൾ ഒരു വിശകലനം നടത്തിയാൽ കാണുന്നില്ല പ്രശ്നപരിഹാരത്തിന്. പക്ഷേ എങ്കിലും ഇത് പരിഹരിക്കാൻ യുദ്ധത്തിലൂടെ സാധിക്കില്ല. യുദ്ധത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. അതിന് കാരണം നോർത്ത് കൊറിയയ്ക്ക് എങ്ങനെയാണോ ആണവ ബോംബ്, ന്യൂക്ലിയർ ബോംബ് സുരക്ഷിതം നൽകുന്നത്, അതുപോലെ ഭൂമിശാസ്ത്രപരമായ കാരണത്താൽ ഇറാന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തെ നിയന്ത്രിക്കാൻ വലിയ സാങ്കേതിക വിദ്യയോ സൈനിക ശേഷിയോ ഒന്നും ആവശ്യമില്ല. അതിന്റെ ഭൂമിശാസ്ത്രമായ സ്ഥാനം അത്ര സ്ട്രാറ്റജിക് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനുമായി ചർച്ചയിലൂടെ അല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ സാധിക്കില്ല. അമേരിക്ക പട്ടാളക്കാരെ ഇറക്കി കാർഗ് ഐലൻഡ് ഒരുപക്ഷെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയേക്കാം, പക്ഷേ അത് നിലനിർത്തുക അസാധ്യമാണ്. അതിനുശേഷം തൽക്കാലത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയേക്കാം, പക്ഷേ അവിടെ ഈ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്നൊക്കെ പറയുന്ന ചെറു ഗൺ ബോട്ടുകളെ ഉപയോഗിച്ച് ഒരു ഹിറ്റ് ആൻഡ് റൺ മോഡിൽ ഗറില്ല യുദ്ധം, ദീർഘകാല യുദ്ധം ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഒന്നും കപ്പൽ ഓടിക്കാൻ ഒരു കപ്പൽ മുതലാളിയും തയ്യാറാവില്ല. കോടാനുകോടി ഡോളറിന്റെ നഷ്ടമായിരിക്കും വരിക. ഇത്ര വലിയ നഷ്ടം സഹിക്കാൻ ഒരാളും തയ്യാറാകില്ല. ഫലത്തിൽ അതിലൂടെ കപ്പൽ ഗതാഗതം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഗൾഫിന്റെ ശക്തമായ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മേഖലയാകെ പോകും. ലോകമാകെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. ഈ സാഹചര്യത്തിൽ ചർച്ച മാത്രമേ പരിഹാരമുള്ളൂ. അത് ഈ ഭ്രാന്തൻ ട്രംപും അല്ലെങ്കിൽ പാകിസ്ഥാനും ഒന്നും മധ്യസ്ഥത വഹിച്ചിട്ടല്ല വേണ്ടത്. യുണൈറ്റഡ് നേഷൻസും ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങളും ഇന്ത്യ അടക്കമുള്ള ജനാധിപത്യ പാരമ്പര്യവും ക്രെഡൻഷ്യലുമുള്ള വിശ്വാസ്യതയുമുള്ള രാജ്യങ്ങൾ കുറച്ചുകൂടി പ്രോആക്റ്റീവായി ഇതിൽ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു ബഹുരാഷ്ട്ര കരാർ രൂപപ്പെടുത്തുക മാത്രമേ ഈ പ്രശ്ന പരിഹാരത്തിന് സാധ്യതയുള്ളൂ. തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ ഒരുപക്ഷെ ഇപ്പോൾ നിലവിലുള്ള വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു ചർച്ച പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സാധിച്ചേക്കാം. അത് ആ രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ കഴിയുള്ളൂ. ശരി, ഒരു ബഹുരാഷ്ട്ര കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങണം, പക്ഷേ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശ്രീ ആഷിഖ്, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാനായില്ല. അതോടൊപ്പം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് കൂടി വന്നാൽ, ഈ ഇറാനെ സംബന്ധിച്ച് ഹോർമുസിലെ അവരുടെ ശക്തിയാണ് ഇപ്പോൾ ഈ രീതിയിൽ അമേരിക്കയെ പോലും വരച്ച വരയിൽ കൊണ്ടുവരാനും ചർച്ചയ്ക്ക് ഞങ്ങളില്ല, അവരുടെ നിബന്ധനകളും അവരുടെ പിടിവാശിയും ഇപ്പോൾ അനുവദിച്ചു കൊടുക്കുന്നതിലെ പ്രധാന ഘടകം ഇറാനെ എങ്ങനെയാണോ ഈ യുദ്ധം അഫക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ മറ്റ് രാഷ്ട്രങ്ങളെയാണ് ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നത് മറ്റു രാഷ്ട്രങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. ഈ സമ്മർദ്ദങ്ങൾ ഒക്കെ അവിടെ ഉള്ളപ്പോഴാണ് ഇപ്പോൾ ഖത്തറുമായും ഒമാനുമായും ചർച്ചകൾക്ക് ശേഷമാണ് അഗ്രച്ചി പാകിസ്ഥാനിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളുടെ വലിയ സമ്മർദ്ദം ഇതിന് പിന്നാലെയുണ്ട്. അപ്പോൾ കൂടുതൽ ഫലപ്രദമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ടോ? അത് ഇറാന് അതിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? മറ്റ് രാഷ്ട്രങ്ങൾ വലിയ ബുദ്ധിമുട്ട് ഈ യുദ്ധം മൂലം അനുഭവിക്കുകയും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ പോകുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒക്കെ പോയാൽ ഇറാന്റെ കടുംപിടുത്തമാണ് അതിന് കാരണമെന്ന് വന്നാൽ ആഗോള തലത്തിൽ ഒരു ഇറാനെതിരായ വികാരം ശക്തമാകാൻ അത് കാരണമാകുമല്ലോ. ആ ഘട്ടത്തിൽ ഇറാൻ
വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപിന്റെ തന്നെ ഒരു പ്രസ്താവന ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ഉണ്ട്. ഇറാനിയൻസ് നെവർ വൺ എ വാർ ബട്ട് ദേ നെവർ ലോസ്റ്റ് എ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇറാനിയൻസിന്റെ ഒരു വലിയ അസറ്റാണ്. അവർ എല്ലാ നെഗോഷിയേഷൻസിലും അവർ വലിയ അഡ്വാൻറ്റേജുകൾ നേടിയെടുത്ത ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അത് മാത്രമല്ല, നിലവിൽ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്ന ആളുകളുടെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇറാനിയൻ റവല്യൂഷന്റെ 1979 മുതൽ റവല്യൂഷനാനന്തര ഇറാനിൽ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ ഇടപെട്ടുകൊണ്ടിരുന്ന, അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇറാന്റെ നയരൂപീകരണത്തിൽ വളരെ എന്താ പറയുക ആക്റ്റീവായ റോളുകൾ എടുത്തിരുന്ന ആളുകളാണ് ഒരു പക്ഷത്ത് നെഗോഷിയേഷന് വരുന്നത്. മറുപക്ഷത്ത് മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ ജാരദ് കുഷ്നറെ പോലെ അല്ലെങ്കിൽ വിറ്റ്കോഫിനെ ഒക്കെ പോലെ വളരെ എന്താ പറയാ തീരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് മറുപക്ഷത്ത് നിന്ന് വരുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് രണ്ടും രണ്ട് ലോജിക്കിലാണ്. വെസ്റ്റേൺ ലോജിക്ക് മറ്റൊന്നും, ഈ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ലോജിക്ക് മറ്റൊരു തരത്തിലുള്ള ലോജിക്കുമാണ്. നമുക്ക് ഈ ചർച്ചകളൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അത് ഞാൻ പറയാൻ കാരണം, ഇറാൻ ആവശ്യപ്പെടുന്നത് വളരെ ആർക്കും ലോജിക്കലി കൺവിൻസിംഗ് ആയിട്ടുള്ള ചില ആർഗ്യുമെന്റുകളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ച നടത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ വെക്കുന്ന ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാം. പക്ഷേ അതിനു മുമ്പ് ഇറാൻ ആവശ്യപ്പെടുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ പറ്റണം. അതായത് ഇനിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക വരില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം ഈ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട്. ഒന്നാമത് അതാണ് ഇറാൻ പറയുന്നത്. വളരെ ലോജിക്കലായിട്ട് ആർക്കും മനസ്സിലാവുന്ന ഒരു അഗ്രിമെന്റ്, ഒരു ഡിമാൻഡാണത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഗ്യാരണ്ടീസ് വേണം. വെറുതെ US ഞങ്ങളെ യുദ്ധം ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ തരത്തിലുള്ള ആക്ടിങ്ങുമായിട്ട് ഇനി മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ പോരാ, മുന്നോട്ട് പോകെ നമ്മൾക്ക് ഡിപ്ലോമസി മാത്രമേ വഴിയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന ഇന്റർനാഷണൽ ആക്ടേഴ്സ് വേണം. അവരുദ്ദേശിക്കുന്നത് P5 പോലെയുള്ള, നേരത്തെ പറഞ്ഞ പോലെ JCPOA, ബാരക് ഒബാമ ഇറാനുമായിട്ട് നടത്തിയ അഗ്രിമെന്റ്, ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, അതുപോലെയുള്ള അഗ്രിമെന്റുകളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ താല്പര്യം അതാണ്. ഒരു യുദ്ധം ഇനി ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടി. ഇന്ന് പാകിസ്ഥാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഈ ചർച്ചയിൽ പാകിസ്ഥാനെ മറികടന്ന് മോസ്കോയിലേക്കും ഒമാനിലേക്കും അബ്ബാസ് അറാക്ചി പോയതിൽ ചെറുതല്ലാത്ത ഒരു സന്ദേശമുണ്ട്. അതായത് പാകിസ്ഥാൻ സിംഗിൾ ഹാൻഡഡ്ലി ആക്ട് ചെയ്തത് കൊണ്ട് മാത്രം ഇതൊരു ഒരു എൻഡിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ സന്ദേശം എന്ന് പറയുന്നത്. മോസ്കോ വളരെ ശക്തമായിട്ട് ഇറാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അതിന്റെ പുറമെ ആദ്യം മുതലേ മീഡിയേഷൻ എഫേർട്ടുകൾ, വളരെ പ്രൊഡക്റ്റീവായ ടോക്കുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഒമാനായിരുന്നു. സ്വാഭാവികമായിട്ട് മസ്കറ്റിലേക്കും അബ്ബാസ് അറാക്ചി പോയി ഈ ചർച്ചയ്ക്കിടയിൽ. ഇതൊക്കെ നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ചർച്ച എന്നുള്ള ഒരു പ്രഹസനം നടത്തിയ ഒരു ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സേഫ് എക്സിറ്റ് US ഒരുക്കി കൊടുക്കാൻ മാത്രം ഇറാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇറാൻ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇതുവരെ ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ വെച്ച് തരിക എന്നുള്ളതാണ്, കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറാന്റെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡായിട്ട് ചർച്ചയിൽ വെക്കുന്ന ഒരു സാധനമാണ്. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ US ഏകദേശം തയ്യാറാണ് എന്ന് പല രീതിയിൽ ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇറാന്റെ മുകളിൽ US ഏർപ്പെടുത്തിയ നാവൽ ബ്ലോക്കേഡ്, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിന്റെ പുറത്ത് US കപ്പലുകൾ ഒരുക്കിയ നാവൽ ബ്ലോക്കേഡ്, ഇറാനിൽ നിന്ന് ഇൻ ആൻഡ് ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വെസൽസ്, കപ്പലുകൾ തടയുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ള ഒരു പോളിസി US തുടരുന്ന പക്ഷം ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ ഒരു ഭാഗത്തുള്ള നിലപാട്. അതോട് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ നാവൽ ബ്ലോക്കേഡ്, ഏപ്രിൽ 17 US ഇറാൻ പോർട്ടുകൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയ നാവൽ ബ്ലോക്കേഡ് തുടങ്ങുന്നത് വരെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് വലിയ അളവിൽ സാമ്പത്തികമായ എൻഹാൻസ്മെന്റ് കിട്ടിയ ഒരു കാലയളവായിരുന്നു. കാരണം അവരുടെ എണ്ണക്ക് മുകളിലുള്ള ഉപരോധം US എടുത്തു കളയുകയും വളരെ സ്വാഭാവികമായി അവരുടെ എണ്ണ വ്യാപാരം നടക്കുകയും ചെയ്തു. പക്ഷെ നിലവിൽ
ഈ ബ്ലോക്കേഡ് വരുന്നതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളുണ്ട്. ഇറാൻ ചൈനയുടെ സഹായം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അവരുടെ കറൻസി സ്വാപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇറാനിൽ നിന്ന് പോകുന്ന എണ്ണക്ക് യുവാനിൽ അവര് പിന്നെ പേയ്മെന്റ് സ്വീകരിക്കുന്ന രീതികൾ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് വരെ യുവാനിലാണ് അവർ പേയ്മെന്റ് സ്വീകരിക്കുന്നത്. ICICI ബാങ്ക് മുഖേന യുവാൻ ചൈനീസ് കറൻസി ഉപയോഗിച്ചിട്ട് ഇറാൻ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നു. ഇതിന്റെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് അവരുടെ തകർന്നിരിക്കുന്ന എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇറാൻ ഈ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം പാരലലായിട്ട് ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾ ഒരു യുദ്ധം ഒരു വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എന്നുള്ളത് ഉണ്ടായിരിക്കെ തന്നെ ഇത് അങ്ങനെ ഒരു ഈസി വേ ഓഫ് ടോക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എളുപ്പത്തിൽ ഒരു ചർച്ചയിൽ ഒരു ടേബിളിൽ ഇരുത്തി ചില തീരുമാനങ്ങൾ എടുത്ത് പേപ്പറുകളിൽ ഒപ്പിട്ട് നമ്മൾക്ക് പിരിയാം എന്നുള്ള ഒരു രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കിലല്ല ഇറാൻ ഈ കാര്യത്തെ കാണുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഇറാന് ദീർഘകാല ഉറപ്പുകൾ വേണം ഈ വിഷയത്തിൽ എന്നതാണ് ഇറാന്റെ നിലപാടുകൾ സൂചിപ്പിക്കുന്നത്. അത് എൻറിച്ച്ഡ് യുറേനിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും മറ്റ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉയരലും എന്ന കാര്യത്തിലായാലും ഒക്കെ കൃത്യമായ നിലപാടുകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പാലിച്ചുകൊണ്ട് മാത്രമുള്ള പ്രശ്നപരിഹാരം എന്നതാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു വെടിനിർത്തലുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം. അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത് മറ്റു രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും തുടരുകയാണ്. ഈ വെടിനിർത്തൽ പാളും എന്ന ഒരാശങ്കയുണ്ടോ? ഇപ്പോൾ ലെബനനിൽ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഹിസ്ബുള്ളയെ നെതന്യാഹു പഴിചാരുന്നുണ്ട്. എന്തായാലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. വെടിനിർത്തലിലും ആക്രമണങ്ങൾ നടക്കുന്നു, ഇസ്രയേൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ഇറാനിലും ട്രംപ് ഏത് നിമിഷം വേണമെങ്കിലും, അദ്ദേഹത്തിൻ്റെ വാക്കാണ്, വെടിനിർത്തലുണ്ട് എന്നത് മാറി വീണ്ടും ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ചർച്ച അനന്തമായി നീളുകയോ ഒരു ടേബിളിന് ചുറ്റുമിരുന്നുള്ള ചർച്ചകൾ സാധ്യമാകാതെയോ വന്നാൽ? ശ്രീ രഘുനാഥ് നായർ. ഇത് ഞാൻ ഇതിനു മുമ്പൊരിക്കലും ഇതേ വിഷയത്തിന്റെ ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഒരു സ്പ്രിന്റ് ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിലേക്ക് കയറിയത്, ഒരു 100 മീറ്റർ ഓട്ടം. ഇറാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് ഒരു മാരത്തോൺ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വെടിനിർത്തൽ ഒരു അത്യാവശ്യമായിട്ട് കാണുന്നില്ല. കാരണം ഇറാൻ ഇതൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ, ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇറാൻ ഇപ്രാവശ്യം ചർച്ചയ്ക്ക് തയ്യാറായില്ലല്ലോ. രണ്ടാമത്തെ പ്രാവശ്യത്തെ ചർച്ചയിൽ നിന്ന് ഇറാൻ സമ്പൂർണ്ണമായിട്ട് പിന്മാറുകയാണ് ചെയ്തത്. അപ്പൊ ഈ താൽക്കാലികമായ വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രംപിന്റെയും ഒരു പ്രശ്നമാണ്. കാരണം അമേരിക്കയിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള നേട്ടം അവിടെ കൊയ്യുന്നില്ല. ട്രംപ് ഇതിലേക്ക് ഇറങ്ങി ചാടി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ട്രംപ് ഒരുമാതിരി പെട്ടിരിക്കുകയാണ്. കാരണം അതിഭീമമായ സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു, അമേരിക്കയിലെ ജനങ്ങൾ ട്രംപിനെതിരാകുന്നു എന്ന് മാത്രമല്ല, ട്രംപിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം അവർക്ക് എതിരാണ്. ഇപ്പം ഇത് ഒമാനും ഖത്തറും കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. UAE ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ അതേ നിലപാടിലേക്ക് പോകുന്നു. നേറ്റോ രാജ്യങ്ങൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 1% തയ്യാറാകുന്നില്ല. ഏകദേശം ട്രംപ് ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പറഞ്ഞ പോലെയാണ്, ട്രംപിന് ഒരു വിജയം പൊട്ടിഘോഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു വിജയം നേടി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് ട്രംപ് എത്തുന്നില്ല, അമേരിക്ക എത്തുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ട് അമേരിക്ക പിന്മാറുകയാണെങ്കിൽ, അതായത് അവരുദ്ദേശിച്ച 15 പോയിന്റ്സ് മുന്നോട്ട് വെച്ചത് ഇറാൻ അതിൽ കുറെയെങ്കിലും ഒക്കെ അംഗീകരിക്കാതെ ഇവർ പിൻവാങ്ങുക എന്നുള്ളത് ട്രംപിന് ഒരു പരാജയമാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സികളാണ്. 10-20ഓളം പ്രോക്സികളെയാണ് ഇറാൻ പോറ്റി വളർത്തുന്നത്. അപ്പൊ ഈ ഹമാസുകൾക്കെതിരെയും ഹൂത്തികൾക്കെതിരെയുമുള്ള യുദ്ധം അത് തുടർന്നുകൊണ്ടേയിരിക്കും, അത് സമ്പൂർണ്ണമായിട്ട് അവസാനിക്കില്ല. ഹമാസുകളും ഹൂത്തികളും അല്ല അവിടെ പ്രശ്നക്കാര്. ഹമാസുകളെയും ഹൂത്തികളെയും ഫിനാൻസ് ചെയ്ത് ആയുധങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ തന്നെയാണ് പ്രശ്നക്കാര്. പിന്നെ ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ന്യൂക്ലിയർ പവർ ആയപ്പോഴത്തേനും അത് തന്നെ ലോകത്തിന് ഭീഷണിയാണ്, വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇസ്ലാമിക് ബോംബ് എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ആദ്യം ന്യൂക്ലിയർ ബോംബ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി എല്ലാമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര പ്രഷർ കാരണമാണ് അത് പാകിസ്ഥാൻ ഓപ്പണായിട്ട് എടുത്ത് ആർക്കും ഓഫർ ചെയ്യാൻ പറ്റാത്തത്. ഇറാനും കൂടി അതിലൊരു പവറായിട്ട് വന്നു കഴിഞ്ഞാൽ, ന്യൂക്ലിയർ പവറായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകത്തിന് വലിയൊരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഈ ഒരു എന്തായാലും അത് എടുക്കും. സമാധാന ചർച്ചകളിലൂടെ പിന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ അവിടെ നിന്ന് മാറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്രമണത്തിലൂടെ അവിടെ നിന്ന് എടുത്ത് മാറ്റും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നത് വരെ, ഇത് അച്ചീവ് ചെയ്യുന്നത് വരെ ഒരു വെടിനിർത്തൽ ഉണ്ടാവില്ല, ഇത് തുടർന്നേ പറ്റും. അതാണ് ഒരവസ്ഥ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ 8 വർഷം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത് അവർക്ക് ആ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു മാരത്തോൺ ഓടാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ തകർന്നു പോവുകയാണെങ്കിൽ നിങ്ങളെയും കൂടെ കൊണ്ട് ഞാൻ തകരൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പൊ രണ്ട് ഭാഗത്തും യുദ്ധം നിർത്താനുള്ള ഒരു ഇച്ഛാശക്തി ഇറാന്റെ ഭാഗത്തു നിന്നില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്തി പരാജയം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് അതിലും വലിയ പേരുദോഷമായിട്ട് മാറും. അങ്ങനെ ട്രംപിന്റെ നിലനിൽപ്പിന്റെ തന്നെ ഒരു ആവശ്യമായിട്ട് വരികയാണ് ഈ യുദ്ധം ജയിക്കുക എന്നുള്ളത്. പക്ഷെ വിജയം എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും ഡിഫൈൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു വിജയം അവകാശപ്പെട്ടുകൊണ്ട് ചർച്ചകളുടെ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ചർച്ച നടക്കുകയോ ആ നിലയിൽ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയതും ട്രംപാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. അത് രണ്ടാമത്തെ ചർച്ച ഇല്ലാതാക്കിയതും കപ്പൽ പിടിച്ചെടുക്കുന്നതടക്കമുള്ള കപ്പൽ ആക്രമിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ യുദ്ധം ഇറാനെയോ അമേരിക്കയെയോ ഇസ്രയേലിനെയോ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് ലോകരാഷ്ട്രങ്ങളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നതാണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ട ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും അത് അഫക്റ്റ് ചെയ്തിട്ടുള്ള മേഖലകൾ, അത് എങ്ങനെ പ്രതിസന്ധിയുടെ തുടക്കമാകുന്നു എന്നതും ആ ബുള്ളറ്റിനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഘാതം വളരെ നാൾ നീണ്ടു നിൽക്കുന്നതായിരിക്കുമെന്നും ഹോർമൂസിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ അത് ഈ സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നതും അത് റിക്കവർ ചെയ്യാൻ എത്ര നാൾ എടുക്കുമെന്നും ഒക്കെയുള്ളത് എക്സ്പേർട്സുകൾ പറയുന്നത് മാസങ്ങൾ വേണ്ടിവരും എന്നതാണ്, അല്ലെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും എന്നതാണ്. അപ്പോൾ അത്ര വലിയ ആഘാതമാണ് സാമ്പത്തിക മേഖലയ്ക്ക് ഈ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് എത്ര നാൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയും? ഈ ചർച്ചകൾ അവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാരായി മാത്രം നിൽക്കുക സാധ്യമാണോ? അതിനും അപ്പുറമുള്ള ഇടപെടലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടുന്ന സമയമായി കഴിഞ്ഞു. നോക്കൂ, ഇപ്പം ഇവിടെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ഉയർന്ന ചില ചോദ്യങ്ങളിൽ ഒന്ന്, ഇന്ത്യ എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇടപെടുന്നില്ല? ഇന്ത്യയുടെ വാക്കുകൾക്ക് വിലയുണ്ട്, ഇന്ത്യയുടെ ഇടപെടലിന് വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കുന്നു എന്ന രീതിയിലാണ്. ശരിയാണ്, ഇന്ത്യ ഇന്ന് ലോകത്തിൽ വളരെ കരുത്തുറ്റ, അതായത് ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട്, നിലപാടുകൾക്ക് വിലയുണ്ട്, ശക്തിയുള്ള രാജ്യമാണ്. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ പ്രയോറിറ്റി ഇവിടുത്തെ 140 കോടി ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക, ഈ രാജ്യത്തിൻ്റെ ഊർജ സുരക്ഷിതത്വം ഉറപ്പാക്കുക, 1 കോടിയോളം വരുന്ന ഗൾഫ് മേഖലയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക. നമ്മുടെ കാര്യമാണ് ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ. ഈ ഊർജ സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു സമീപ കാലം വരെ, ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പ് വരെയൊക്കെ നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പെട്രോളിയം നീഡ്സിൻ്റെ ഒരു 80-90% നമ്മൾ ഗൾഫ് മേഖലയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഈ ഭാഗത്തെ മിഡിൽ ഈസ്റ്റിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. അത് അപകടമാണ് എന്ന് പല കാര്യം, ആ മേഖല വളരെ ഹൈലി വോളട്ടൈലാണ്. അത് എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ഗൾഫ് യുദ്ധകാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല മൾട്ടി സോഴ്സസ് ഇതിന് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് ഏതാണ്ട് അടുത്ത കാലത്ത് നമ്മൾ റഷ്യയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും അങ്ങനെ ലോകത്തിലെ പല വെണ്ടേഴ്സിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഗൾഫിനോടുള്ള ആശ്രയത്വം, പെട്രോളിയത്തിൻ്റെ ആശ്രയത്വം ഏകദേശം ഒരു 30-35%. നമ്മുടെ മേജർ ഇമ്പോർട്ട് ഇപ്പോൾ വരുന്നത് റഷ്യയിൽ നിന്നാണ്. ഇങ്ങനെ ഒരുപാട് സോഴ്സസ് കണ്ടെത്തിയുണ്ട്. ഇനിയിപ്പോൾ ഈ ഹോർമൂസ് ഇനി കാലങ്ങളോളം അടഞ്ഞു കിടന്നാലും നമ്മുടെ പെട്രോളിയം സംഭരണത്തിന് അത് വലിയ രീതിയിലുള്ള കോട്ടമൊന്നും സംഭവിക്കില്ല
എന്നത് ഏകദേശമൊക്കെ നമ്മുടെ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു വിഷയമുണ്ട്. LPGയുടെ ഒരു പ്രശ്നമുണ്ട്. LPGയുടെ ഒരു 60-70% വരുന്നത് നമ്മൾ LPG നേരിട്ടാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ആവശ്യങ്ങളുടേത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ LPG ആയിട്ട് തന്നെ. അത് വന്നുകൊണ്ടിരുന്നത് ഖത്തറിൽ നിന്നായിരുന്നു. അതിന് ഹോർമോസ് കടലെടുക്ക്, ഹോർമോസ് ഒരു പ്രധാനപ്പെട്ട വഴി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഈ പെട്രോളിയത്തിന് നമ്മുടെ പെട്രോളിന്റെ ലഭ്യതയ്ക്കോ വിലയ്ക്കോ ഒന്നും ഒരു വ്യത്യാസം, ഒരു കുഴപ്പവും വരാതിരുന്നതും. എന്നാൽ ഗ്യാസിന്റെ ഒരു പ്രതിസന്ധി നമ്മൾ മുമ്പ് കണ്ടതും അതുകൊണ്ടാണ്. ഇപ്പോൾ അതിനെയും അതിജീവിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ അതിനും സോഴ്സസ് വേറെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അർജന്റീനയിൽ നിന്ന് LPG വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് തന്നെ LPG വരുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇവിടെ LPGയുടെ ആഭ്യന്തര ഉൽപാദനം നമ്മൾ വളരെയധികം ഏകദേശം ഇരട്ടിയാക്കിയിട്ടും. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് കഴിഞ്ഞിട്ട് കാര്യം ഒന്നാമത് നമ്മളിപ്പോൾ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു ഇഷ്യൂവിൽ ചെന്ന് ഇടപെടണമെന്നുണ്ടെങ്കിൽ ആ ഇടപെടുന്ന ആൾക്കാർക്ക് അവിടെ ഉള്ളവർക്ക് ഈ കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീസിന് അവർക്കൊരു മിനിമം ക്വാളിറ്റി വേണ്ടെന്ന്. ഈ ട്രംപിനെ വിശ്വസിച്ചോണ്ട് എങ്ങനെ ചെന്നതിൻ്റെ അത് ചാടും? ശരി. എന്തായാലും അതാണ് ഇന്ത്യയുടെ ഇടപെടലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം എന്നതാണ് സൂചിപ്പിച്ചത്. ഞാൻ എൻ്റെ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ് ശ്രീ ഷാബു പ്രസാദ്. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നതാണ് ഓരോ ലോകരാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അഗ്രച്ചി വീണ്ടും ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ചർച്ചകളുടെ തുടർച്ചയുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രേക്ഷകരോട് ഇന്ന് ചോദിച്ച ചോദ്യം, ട്രംപിന് നേരെയുണ്ടായ ആക്രമണം യുദ്ധത്തിന്റെ ബാക്കിയോ എന്നതായിരുന്നു. അതെ എന്ന് പറയുന്നു 72% പേർ, അല്ല എന്ന് പറയുന്നത് 22% പേർ മാത്രം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.